ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാർ. ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യ പരിധി സർക്കാർ നിർദ്ദേശിക്കുമെന്നും വാദം. പരാമർശം ദേവസ്വം ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ച 2023 യോഗത്തിന്റെ മിനിറ്റ്സിലാണ്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ സ്വർണ്ണ കവർച്ചയിൽ നിങ്ങൾക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ അറിയാതെ ഇത് സംഭവിക്കുമോ എന്ന് ആവർത്തിച്ച് സർക്കാരിനോട് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം തീരുമാനിക്കുന്നത് ഞങ്ങളല്ല എന്നാണ് പറയാറ്. പക്ഷേ 2023 ഒരു യോഗം ചേർന്നു. അതിൻ്റെ മിനിറ്റ്സിൽ പറയുന്നത് ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ സ്വാതന്ത്ര്യം ഏതുവരെയെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നു തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. കാരണം കൃഷ്ണരാജ്, നമ്മൾ പലകുറി ആവർത്തി സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ആരായുമ്പോൾ മന്ത്രിമാരടക്കം പലകുറി ആവർത്തിച്ച് പറഞ്ഞത് ദേവസ്വം ബോർഡുകൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലോ പ്രവർത്തനങ്ങളിലോ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ആകെ സർക്കാരിന് ഇടപെടാൻ കഴിയുക അതിൽ ചില അംഗങ്ങളെ നിയമിക്കുന്നതിൽ മാത്രമാണ് എന്നുള്ളതായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള മറുപടികൾ നൽകുകയും അത് വലിയ വാദമായി ഉന്നയിക്കുകയും ചെയ്തവരാണ്. എന്നാൽ 2023 ചേർന്ന ഒരു യോഗത്തിന്റെ മിനിറ്റ്സിലാണ് ഈ ദേവസ്വം ബോർഡുകളുടെ ഭൂമികളുടെ ഹൈവേകൾക്ക് വിട്ടു നൽകിയ ഭൂമികളുടെ നഷ്ടപരിഹാര തുക കൈക്കലാക്കാൻ വേണ്ടി സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത്തരമൊരു നിലപാട്, സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ സർക്കാർ പറയുന്നത്, സർക്കാരിന്റെ പ്രതിനിധിയായ യോഗത്തിൽ പങ്കെടുത്ത PWD സെക്രട്ടറി പറയുന്നത്, ഈ ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് അതത് കാലത്തെ സർക്കാരുകൾ തീരുമാനിക്കുന്ന ആ അധികാര പരിധികൾക്കുള്ളിലാണ്, അല്ലെങ്കിൽ സർക്കാരുകൾ നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾക്കുള്ളിലാണ്. ജനാധിപത്യ സർക്കാരുകൾക്ക് ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാനുള്ള പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡുകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞു വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും 2023 ഈ ഹൈവേകളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി വിട്ടു നൽകിയ ഭൂമികളുടെ കോടിക്കണക്കിന് വരുന്ന രൂപ കൈക്കലാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു പരാമർശം നടത്തിയത്, അല്ലെങ്കിൽ ഇത്തരമൊരു ഉത്തരവിറക്കിയത് എന്നുള്ളതാണ്. അതേസമയം സ്വർണ്ണക്കവർച്ച കേസ് വരുമ്പോൾ സർക്കാർ കൃത്യമായി മറ്റു നിലപാട് സ്വീകരിക്കുന്നു. സർക്കാർ ഇതുമായി ഒരു ബന്ധവുമില്ല, സ്വതന്ത്ര പരമാധികാര സ്ഥാപനങ്ങളാണ് ദേവസ്വം ബോർഡുകൾ എന്നുള്ളതാണ്. അതായത് ദേവന്റെ സ്വർണം കട്ടതിലെ കേസായ സമയത്ത് അതിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊഴിവാകുന്ന അതേ സർക്കാർ തന്നെ, തങ്ങൾക്ക് ദേവസ്വം ബോർഡുകളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിയുന്ന അതേ സർക്കാർ തന്നെ ദേവന്റെ പണം കൈക്കലാക്കാൻ വേണ്ടി തങ്ങൾക്ക് ഇതിൽ ഇടപെടാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഒരു വശത്ത് ദേവസ്വം ബോർഡുകളുടെ പരമാധികാരം അംഗീകരിക്കുന്നില്ല, മറ്റൊരു വശത്ത് ദേവസ്വം ബോർഡുകൾ പരമാധികാരമുള്ള സ്ഥാപനങ്ങളാണ് എന്നുള്ളതും പറയുന്നു. ഇതിലേത് വിശ്വസിക്കണം എന്നുള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ ചോദിക്കുന്ന ചോദ്യം. എങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രങ്ങളുടെ പണമിടപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡുകളുടെ അധികാരത്തെ പറ്റി സർക്കാരിന്റെ വിവക്ഷ എന്താണ്, അല്ലെങ്കിൽ സർക്കാർ ഏത് രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ദേവസ്വം ബോർഡുകൾ സ്വതന്ത്ര പരമാധികാര സ്ഥാപനങ്ങളാണോ, അതോ ദേവസ്വം ബോർഡുകൾ സർക്കാരിന്റെ വെറും അടിമ സ്ഥാപനമാണോ? ഈ ചോദ്യത്തിലാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകേണ്ടത്. പല കാലങ്ങളിൽ പല നിലപാടുകൾ സ്വീകരിക്കുന്നു. ദേവന്റെ പണം അപഹരിക്കാൻ ഒരു നിലപാട്, ദേവന്റെ സ്വർണം കൊള്ള ചെയ്യപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനും മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കൃഷ്ണരാജിൽ അപകടകരമായ മറ്റൊരു വശം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ദേവസ്വം ഭൂമികളെല്ലാം തന്നെ സർക്കാർ ഭൂമികളാണ് എന്ന് അവകാശവാദം ഉന്നയിച്ച് ഉത്തരവിറക്കിയിട്ടുള്ള ഒരു സർക്കാരാണ്. ഈ ഉത്തരവിറക്കുന്നത് പോലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടിയ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ യോഗ തീരുമാന പ്രകാരമാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിലേക്ക് വന്ന കോടികൾ അത് സർക്കാരിലേക്ക് മാറ്റാൻ തീരുമാനമെടുക്കുന്നതും അതിലൊരു രൂപ പോലും ദേവസ്വം ബോർഡിന് നൽകാത്ത നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ ദേവന്റെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ഏത് നിയമവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും സംസ്ഥാന സർക്കാർ മടിക്കുന്നില്ല എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഒരു ദേവസ്വം ബോർഡിന്റെ അധികാരത്തെ പറ്റിയുള്ള ഈ പുതിയ വിലയിരുത്തൽ, അല്ലെങ്കിൽ അതിന്റെ പുതിയ സർക്കാരിന്റെ ഒരു വിശദീകരണം എന്നുള്ളതും. കൃഷ്ണരാജ്. പ്രജിത്ത്, അതായത് വിവാദ വിഷയങ്ങൾ വരുമ്പോൾ, പ്രതിക്കൂട്ടിലാകുന്ന വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നു. അതേസമയം പണം നേടിയെടുക്കാൻ, വരുമാനം ഉണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ, ആ മേഖലയൊക്കെ ഞങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി ക്ഷേത്രഭൂമികൾ വിട്ടുകൊടുത്തതിൻ്റെ പണം മുഴുവൻ തട്ടിയെടുത്തത് സർക്കാരാണ് എന്ന വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നതാണ്.
അപ്പോൾ അടിമുടി എല്ലാ പണവും അടിച്ചു മാറ്റാനുള്ള നീക്കമാണ് സർക്കാരിൻ്റേത് എന്ന് ഇത്തരം സംഭവങ്ങൾ ഓരോന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉള്ള ഭൂമികളെല്ലാം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഉത്തരവിറക്കാൻ ഒരു മടിയും കാട്ടാത്ത, അല്ലെങ്കിൽ അത്തരമൊരു ധൈര്യം കാട്ടിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2023 ആ വിവാദ ഉത്തരവ് പുറത്തിറങ്ങുന്നതും അതിന് പിന്നാലെയാണ് എന്ത് സമീപനമാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ കാട്ടുന്നത് എന്നതിനുള്ള തെളിവ് കൂടിയാണ് 1950 ഹിന്ദു റിലീജിയസ് ആക്ടിൻ്റെ അടക്കമുള്ള നിരവധി നിയമങ്ങളുടെ ലംഘനം നടത്തിക്കൊണ്ട് ദേവസ്വം ബോർഡുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കവനന്റ് ധാരണകൾ ലംഘിച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡുകൾ എന്നുള്ളത് ഇവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും അധികാരത്തിലും വരുന്നതാണ്. അവിടെ എന്ത് വേണമെന്നും എന്ത് സ്വാതന്ത്ര്യം ദേവസ്വം ബോർഡിന് നൽകണമെന്നും സർക്കാർ തീരുമാനിക്കും. അതിനപ്പുറത്തേക്ക് യാതൊരു അധികാരവും ദേവസ്വം ബോർഡിനില്ല എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ സ്വത്തുക്കളുടെ മുഴുവൻ അധികാരവും ആ സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയായിട്ടുള്ള, നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള ദേവസ്വം ബോർഡിനെ ഒരു തരത്തിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാട് കൂടിയാണ് 2023 പിണറായി വിജയൻ സർക്കാർ ഇത്തരമൊരു യോഗത്തിൽ നിലപാട് സ്വീകരിച്ചതിലൂടെ പറഞ്ഞു വെച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് സമയത്തും എങ്ങനെയും എവിടെയും ദേവസ്വം സ്വത്തുക്കൾ കയ്യേറാൻ തങ്ങൾക്ക് കഴിയും. അക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ബോർഡുകളുടെ അധികാരപരിധിയിലും കടന്നു കയറാൻ തങ്ങൾക്ക് കഴിയും എന്നൊരു വെല്ലുവിളി കൂടി ഈ ഉത്തരവിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് കൃഷ്ണരാജ്. കാരണം നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്, ഇതര മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള അധികാരങ്ങളിലേക്കോ ഏതെങ്കിലും രീതിയിലുള്ള സ്വത്ത് തർക്കങ്ങളിലേക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഈ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലോ സർക്കാർ സമാനമായൊരു നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം അത് ഈ ഘട്ടത്തിൽ ആവർത്തിച്ച് പറയേണ്ടതാണ്. കാരണം പൊതുസമൂഹത്തിൻ്റെ ധാരണ എന്നുള്ളത് ദേവസ്വം ബോർഡുകൾ ഒരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്. അവിടെ സർക്കാരുകൾക്കൊരു പരിധിക്കപ്പുറം ഇടപെടാൻ കഴിയില്ല, അല്ലെങ്കിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണാധികാരവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ പലപ്പോഴും ഒളിച്ചു കിടത്തുന്ന ഇത്തരം രേഖകൾ, അല്ലെങ്കിൽ രഹസ്യമായി നടത്തുന്ന ഇത്തരം യോഗങ്ങൾ, അത് പിന്നീട് നിയമത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കുന്ന ഇത്തരം യോഗങ്ങളും തീരുമാനങ്ങളും ഒക്കെ കാണിക്കുന്നത് ദേവസ്വം ബോർഡുകളുടെ ഭൂമിയിൽ, ദേവസ്വം ബോർഡുകളുടെ അധികാരത്തിൽ ഈ സംസ്ഥാന സർക്കാർ ഒരു പരിധിയുമില്ലാതെ കടന്നു കയറുന്നു എന്നുള്ളതാണ്. അതിൽ ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ പോലും സംസ്ഥാന സർക്കാരിന് മടിയില്ല എന്ന് പറയുമ്പോഴാണ്, കൃത്യമായ നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ടുകൂടി ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ സർക്കാരിന് മടിയില്ല എന്ന് പറയുമ്പോഴാണ് എന്തുമാത്രം ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ ഈ ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിലൊക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത്. അവിടെ വീണ്ടും നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, ഇതര മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ സമാനമായൊരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഈ 2023 എന്നുള്ള വർഷം കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായ നാഴികക്കല്ലായി മാറുമെന്നുള്ളതിൽ തർക്കമില്ല കൃഷ്ണരാജ്. കാരണം ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാർ പറയുന്നു. ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യ പരിധി സർക്കാർ നിർദ്ദേശിക്കും. പരാമർശം ദേവസ്വം ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ച 2023 യോഗത്തിന്റെ മിനിറ്റ്സിലാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് ചോദിച്ചാൽ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് സർക്കാർ പറയും. പക്ഷേ വരുമാനമുണ്ടാകുന്ന, പണം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെയും ദേവസ്വം ബോർഡ് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് ഈ വാർത്തയിലൂടെ പ്രജിത് മോഹനൻ പുറത്തുവിടുന്നത്.